ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. ചിറ്റാരിക്കാൽ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം 2025 സംഘാടക സമിതി രൂപീകരണ യോഗം പാലാവേൽ സെന്റ് ജോൺസ് ഹൈസ്കണ്ടറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ മെർലിൻ മാത്യു സ്വാഗതം ആശംസിച്ചു. ചിറ്റാരിക്കാൽ AEO ജസീന്ത ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസ് മാണിക്കത്താഴെ മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ അമൽ ചെമ്പകശ്ശേരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാരായണി PD, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാറേക്കുടി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബാലചന്ദ്രൻ, തേജസ് ഷിൻഡോ, PTA പ്രസിഡന്റ് സോമി ജോർജ്, വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി, ഫോറം പ്രതിനിധി പ്രിൻസിപ്പൽ റവറൻ ഫാദർ സന്തോഷ് പീറ്റർ, ഫോറം പ്രതിനിധി HM മാർട്ടിൻ ജോസഫ്, ഷൈജു, മനോജ്, ജനാർദ്ദനൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഗീതമ്മ MP നന്ദി രേഖപ്പെടുത്തി. വിവിധ സബ് കമ്മിറ്റികളുടെ പാനൽ അവതരണവും ബജറ്റ് അവതരണവും നടന്നു. 2025-26 വർഷത്തെ ചിറ്റാരിക്കാൽ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള സംഘാടക സമിതി യോഗം ഇന്നോടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. നമുക്കറിയാം, പാലാവേൽ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ഇത് 3ാം തവണയാണ് കലോത്സവം ഈ നാട്ടിൽ നടത്തിയിരുന്നത്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന വലിയ ഒരു ഉത്സവം ഇവിടെ നടക്കുകയാണ്. ഇതിന് മുന്നോടിയായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി LP UP വിഭാഗ അധ്യാപകരുടെയും PTA മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ മീറ്റിംഗുകൾ കൂടുകയും ഒരു പ്രാദേശിക സംഘാടക സമിതി AEO നേതൃത്വത്തിൽ കൂടുകയും അതെങ്ങനെയായിരിക്കും വിജയിപ്പിക്കേണ്ടത് എന്നതിനെ പറ്റി കൂടിയാലോചന നടത്തുകയും ഏതാണ്ട് ഒരു ഫ്രെയിംവർക്ക്, ഒരു ബേസിക് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് നടക്കുകയും ചെയ്യുകയുണ്ടായി. ഒരു ഭാഗ്യം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്ന നിലയ്ക്ക് അതിനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഞാൻ ആ കാര്യത്തിൽ വളരെ സന്തോഷവതിയാണ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇതിനു മുൻപ് 92-93 കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായി പാലാവേലിന്റെ കലോത്സവം നടന്ന സമയത്ത് ഞാനൊരു താൽക്കാലിക അധ്യാപികയായി പരപ്പ സ്കൂളിലുണ്ടായിരുന്നു. അന്നിവിടെ ആ കലോത്സവത്തിന് വന്നപ്പോ അന്നു മുതൽ ഈ പാലാവേൽ നാട്ടില് ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത എന്റെ നല്ലവരായ നാട്ടുകാര് അത് എത്ര വ്യത്യസ്തമായി, എത്ര ഭംഗിയായി നടത്തും എന്നുള്ളത് ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്ന് എന്നോടൊപ്പം വന്നിരുന്ന മറ്റ് സഹ അധ്യാപകര്, ഈ ഉപജില്ലയിലെ ചായോ മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് വന്നവരൊക്കെ പാലാവേലിന്റെ ആ ഒരു ആതിഥ്യ മര്യാദയെയും അന്നിവിടെ നടന്ന സാംസ്കാരിക ഘോഷയാത്രയെയും അതിലൊക്കെ ഉപരി പാലാവേലുകാരൻ നൽകിയ വളരെ രുചികരമായ സ്നേഹപൂർവ്വം ഇവിടുത്തെ അമ്മമാര് വിളമ്പിക്കൊടുത്ത ആ ഭക്ഷണത്തെക്കുറിച്ചുമൊക്കെ അന്ന് വളരെ വാദോരാതെ സംസാരിക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ ഒരിക്കൽ കൂടി നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്ത വർഷം നടക്കേണ്ടിയിരുന്ന ഒരു കലോത്സവം മെനൻ സാർ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊക്കെ നല്ല ഒരു ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് നല്ല ഒരു വിടവാങ്ങലിന്റെ അവസരമായിക്കൊണ്ട് ഈ വർഷം പാലാവേലിൽ തന്നെ വന്നെത്തിയിരിക്കുകയാണ്. 4 ദിവസങ്ങളായി 15,000-ഓളം കലാപ്രതിഭകളും മറ്റ് അക്കാദമിക് ടീച്ചേഴ്സും ഒക്കെ ആയി പാലാവേലിൽ എത്തിക്കൊണ്ട് ഈ മേള ഏറ്റവും മനോഹരമായി ഇവിടെ വിജയിപ്പിക്കേണ്ടതുണ്ട്. അതിന് സംഘാടക സമിതി, ഒരു ജനറൽ സമിതിയും അതോടൊപ്പം 16 ഉപസമിതികളും രൂപീകരിക്കേണ്ടതുണ്ട്. ആ ഉപസമിതികളും ജനറൽ കമ്മിറ്റിയും ഒക്കെ അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ധനസമാഹരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേയധികം മുമ്പോട്ട് പോയിട്ടുണ്ട്. 20 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന ഒരു കലോത്സവമാണ്. പണം മാത്രമല്ല ഈ കലോത്സവത്തിന്റെ വിജയത്തിന് ആവശ്യകത എന്ന് നമുക്കറിയാം. പണം ഒരു ടീം ഇറങ്ങിയാൽ പാലാവേലിൽ പണം ഉണ്ടാക്കാൻ വിഷമമില്ല. പക്ഷെ ഇതിന് മറ്റനേകം കൂട്ടായിട്ടുള്ള ശ്രമങ്ങൾ ആവശ്യമാണ്. ഈ മുഴുവൻ ആളുകളെയും കൃത്യമായിട്ട് വേദികളിൽ എത്തിച്ച് മത്സരം കൃത്യമായിട്ട് ഭംഗിയായിട്ട് പൂർത്തിയാക്കി ജഡ്ജ് ചെയ്ത് പരാതികളില്ലാതെ മത്സരങ്ങൾ അവസാനിപ്പിച്ച് ഇപ്പോൾ 16 ഉപസമിതികളിലെ ഏകദേശം പാനൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുമായി സഹകരിക്കുന്ന
സഹകരിക്കേണ്ട ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാനൽ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടാവും. ആ പാനൽ അവതരിപ്പിക്കും. അതിൽ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് അതിനെ കൃത്യമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ആക്കാനാണ് ഈ സമിതി ചേർന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഒരു സമിതിക്കുള്ളിൽ വന്നാൽ, ഒരു ഉപസമിതിക്കുള്ളിൽ വന്നാൽ അതിൽ മാത്രം നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നിൽക്കുന്നില്ല. ഏതെങ്കിലും ഫിനാൻസ് കമ്മിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പൈസ അവർ പിരിക്കാൻ വേണ്ടി കൂട്ടത്തിൽ പോവുക, അല്ലെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളത് ആ ഒരു കടമ അവിടെ തീരുന്നില്ല. മറ്റ് എവിടെ ആവശ്യമുണ്ടെങ്കിലും ഓരോ ആളുകളും ആവശ്യം എവിടെയാണോ, അവരുടെ സേവനം എവിടെയാണോ ആവശ്യം, അവിടെ പോയി അവർ സേവനം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. സഹകരിച്ച് കൂടിച്ചേർന്ന് കൂട്ടായ്മയിലൂടെ ഈ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് വേണം ഈ കലോത്സവം വിജയിപ്പിക്കാൻ. പാലാവേലിൽ ഇതിനു മുമ്പ് ഒട്ടനവധി പരിപാടികൾ ഏറ്റെടുത്തിട്ടുണ്ട്, വിജയിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിന്റെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ കൂട്ടായ്മയ്ക്ക്, സഹകരണത്തിന് പ്രശ്നങ്ങളില്ല. അത് ഈ ഉപജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും അധ്യാപകരുടെ പ്രതിനിധികള്, PTA പ്രതിനിധികള്, ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്ക് ഒക്കെ ഇതുമായിട്ട് സഹകരിക്കാറുണ്ട്. ഇടവകയിലെ ആളുകളുണ്ട്, പഞ്ചായത്തിന്റെ ആളുകളുണ്ട്, എല്ലാവരും സഹകരിക്കാറുണ്ട്. ആ സഹകരണത്തെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ അതിന് നേതൃത്വം തയ്യാറായിക്കൊണ്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ എത്രയും മനോഹരമാക്കാവോ അത്രയും മനോഹരമാക്കിക്കൊണ്ട് അതിനെ വിജയിപ്പിക്കുക. എത്രയും ലാഭകരമാക്കി, സാമ്പത്തിക ലാഭമല്ല, മറ്റെല്ലാ കാര്യത്തിലും സംഘാടനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. 26 കാലഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ മെർലിൻ മാത്യുവും LP സ്കൂൾ മിസ്റ്റർ ഗീതമ്മ ടീച്ചറും മറ്റ് ടീച്ചേഴ്സും റിട്ടയർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ സുപ്രധാനമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ പരമപ്രധാനമായ ഒരു അവസരമാണ് ഈ സ്കൂൾ ഉപജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ ആഘോഷിക്കുക എന്നുള്ളത്. പാലാവേലിന്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ആളുകളും ഈ പാലാവേലിലെ നിവാസികളും ഏതൊരു സംരംഭവും നടത്താനുള്ള ശേഷിയും ശേഷിയും ഉള്ള ഒരു ജനതയാണ് പാലാവേൽ. കാരണം അത് കുടിയേറ്റത്തിന്റെ എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും സഹനങ്ങളും ഒക്കെ ഏറ്റെടുത്ത് എത്രമാത്രം അധ്വാനിക്കണമെന്നും എങ്ങനെ അധ്വാനിക്കണമെന്നും സമൂഹത്തോട് ചേർന്ന് നിൽക്കണമെന്നുമൊക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു സമൂഹമാണ് പാലാവിലുള്ളത്. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC, നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.